ചുവടുമാറുന്ന രാഷ്ട്രീയക്കാർ ഒപ്പം നിലപാടുകളും മാറുന്നു. എന്താണ് ഇതിന് കാരണം? ഹലോ 1 മിനിറ്റ്. എതിർക്കുന്നു. ഒരു അടിസ്ഥാനപരമായി ഒരു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാത്ത ചാഞ്ചാട്ടം ചാടി അധികാരങ്ങൾക്ക് വേണ്ടി മാറുന്നത്. അത് ഒരു ഇതിൽ നിന്നിട്ട് മറ്റൊരു മാറുമ്പോൾ അത് അങ്ങനെ മാറാൻ പാടില്ലെന്നാണ്. അങ്ങനെ മാറാൻ പാടില്ല. ഒരു സ്ഥാനത്ത് നിൽക്കുന്നു, അവിടെ സ്ഥാനം കിട്ടാതാകുമ്പോൾ അടുത്ത പാർട്ടിയിലോട്ട് പോകുന്നു. എല്ലാ പാർട്ടികളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിയാവൂല. ഇങ്ങനെ പോകാൻ പാടില്ല. ഞാൻ പറഞ്ഞാലും ശരിയാവില്ല. പറയണം എന്താണ് കാര്യം എന്നുള്ളത്. ഞാൻ പറഞ്ഞാൽ ശരിയാവൂല. പറയില്ല. പാർട്ടി ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പാർട്ടി തന്നെ ഇപ്പോൾ ഒരു സ്ഥാനം നിൽക്കുന്നില്ല. ആരും സ്ഥിരമായിട്ട് കിടന്ന് നിൽക്കുന്നില്ല. മറുകണ്ഠം ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള കാലഘട്ടത്തിൽ അത് കൂടിക്കൊണ്ടിരിക്കുകയോ അത് കുറയോ? കൂടും, ഉറപ്പായിട്ട് കൂടുള്ളൂ. അത് ഓരോരുത്തരുടെ രാഷ്ട്രീയ നിലപാട് പോലെ ആയിരിക്കും. രാഷ്ട്രീയ നിലപാടാണോ അതല്ല സമ്പത്തും അധികാരമാണോ? രണ്ടുമുണ്ട്. സമ്പത്തില്ലാത്തവര് രാഷ്ട്രീയം ഇല്ല. സമ്പത്തുണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രീയത്തിൽ വരാൻ പറ്റുള്ളൂ. സാധാരണക്കാരന് എന്നും ഇങ്ങനെ തന്നെ കിടക്കണം. സമ്പത്തുള്ളവര് രാഷ്ട്രീയം വേണ്ട. സമ്പത്ത് മുതൽ അവർ ഇതായിക്കോളും, മുന്നേറിക്കോളും. നമുക്കതല്ലല്ലോ. സ്ഥായിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ വിഷയം ഉണ്ടെങ്കിൽ ആ വിഷയങ്ങൾ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്ത് പരിഹരിച്ച് അതോടൊപ്പം നിൽക്കുന്നതാണ് രാഷ്ട്രീയം. അങ്ങനെ മാറാൻ പാടില്ലെന്ന അഭിപ്രായം ഉണ്ടോ? അപ്പൊ മാറുന്നത് തെറ്റില്ലെന്ന അഭിപ്രായം ഉണ്ടോ? ഇപ്പൊ കണ്ടില്ലേ, എല്ലാ സാധനങ്ങൾക്കും വില കൂട്ടി. എല്ലാം ഒറ്റ ഇതിൽ നമുക്ക് ഒരു സാധനം വാങ്ങിച്ച് കഴിക്കാൻ പോലും നിവർത്തിയില്ല. കയറി ഓക്കെ. ഇപ്പോൾ കോൺഗ്രസ് നിൽക്കുന്ന ആൾക്കാർ BJP വരും, BJP തിരിച്ച് കമ്മ്യൂണിസ്റ്റിലോട്ട് വരുന്നു. എല്ലാ പാർട്ടികളും മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓരോ പാർട്ടിയുടെ അവരെ ബേസ് ചെയ്തിരിക്കും. വിലപേശലാണ് അതിനകത്ത് കാര്യം. വിലപേശല്ല, രാഷ്ട്രീയ സ്വാധീനം തന്നെ, അല്ല വേറെ ഒന്നുമില്ല. അധികാരങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പായലാണോ ഇത്? അധികാരമോഹം എല്ലാവർക്കും ഉണ്ടല്ലോ. അത് തന്നെയാണ് ഇതിൽ സംഭവിക്കുന്നത്. അധികാരമോഹം തന്നെ. അധികാരമോഹം ഉള്ളതുകൊണ്ടല്ലേ കൂറുമാറ്റം ഉണ്ടാവണത് അങ്ങോട്ടും ഇങ്ങോട്ടും. അധികാരമോഹമാണ്. അത് സാധാരണ ജനങ്ങൾക്ക് കിട്ടുന്നില്ലെന്നേ ഉള്ളൂ. അത് മറ്റവരുടെ ഫാമിലിയായിട്ട് അടുത്തുള്ള ആൾക്കാർക്കും അവരെ കൂടുതൽ നിൽക്കുന്നവർക്കും അവർക്ക് ഉപകാരപ്പെടും. അല്ലാതെ സാധാരണപ്പെട്ട ആൾക്കാർക്ക് നമുക്ക് ഒന്നുമില്ല. നമ്മൾ കഷ്ടപ്പെട്ടാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല ഇതിലൊന്നും. മുൻഗാമികൾ രാഷ്ട്ര സേവനമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ പിൻഗാമികൾ പോക്കറ്റ് സേവനമാണ്. അതുകൊണ്ടാണ് ഈ പ്രവണത വരുന്നത്. അതുകൊണ്ടാണ് ഈ ചാഞ്ചാട്ടത്തിന് കാരണം. അത് കൂടുമോ ഇനി കുറയോ? കൂടിക്കൊണ്ടേയിരിക്കും. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? പാർട്ടി വലിക്കുന്നതാണ്, കാശ് കൊടുത്ത് വലിക്കുന്നതാണ് ഇങ്ങോട്ട്. സമ്പത്തും അധികാരവും അത് തന്നെയാണ് കാര്യം. അത് യോജിക്കുന്നില്ല. ഇല്ല, നമ്മുടെ രാഷ്ട്രത്തിന് തന്നെ അത് ദോഷമായിട്ട് വന്നുകൊണ്ടിരിക്കും. അപമാനമാണ്. രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാർ ചുവടുമാറുന്നത് എന്തിന്? അധികാരമോ അതോ സമ്പത്തോ? പലരും പല അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചു. യാഥാർത്ഥ്യമെന്തെന്ന് ജനം തിരിച്ചറിയട്ടെ. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.